ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ ഓൾഡ് ഏജ് ഹോമിലാണോ അതോ ഹോസ്പിറ്റലിലാണോ ജോലി ചെയ്യണത് ബെറ്റർ ആയിട്ടുള്ളതെന്നാണ്. അതായത് ഓൾഡ് ഏജ് ഹോം ആൾട്ടൻഹൈമിലാണോ ഹോസ്പിറ്റൽ ക്രാങ്കൻ ഹൗസോ ക്ലിനിക്കുമാണോ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ജോലിക്ക് ഓപ്ഷനുള്ളതെന്നോ. ജോലിക്ക് ഓപ്ഷൻ എന്നല്ല, ബെറ്റർ ജോലി എവിടെയാണെന്നുള്ളത് നേഴ്സുമാരെ സംബന്ധിച്ച്. ഇവിടെ 2 സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കണം കേട്ടോ. ഓൾഡ് ഏജ് ഹോമിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേഷ്യൻറ്റിനെ കുറിച്ച് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ സ്ഥിരം അത് തന്നെ ഇരിക്കുക ചെയ്യേണ്ടത്. ആ പേഷ്യൻറ്റിന് ഇന്ന കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ആയിരിക്കും ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. പക്ഷേ ഹോസ്പിറ്റലിൽ അങ്ങനെയല്ല, ഓരോ ദിവസവും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഓരോ ദിവസവും വേറെ വേറെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. കാരണം പേഷ്യൻറ്റിൻ്റെ ഓരോ സിറ്റുവേഷൻ, നമ്മുടെ അസുഖത്തിൻ്റെ രോഗത്തിൻ്റെ ഒരു ഇതനുസരിച്ച് മാറി മറിച്ചും ഒക്കെ വരും. പിന്നെ ഡോക്ടറിൻ്റെ വിസിറ്റ് എല്ലാ ദിവസവും ഉണ്ടാവും. ഓൾഡ് ഏജ് ഹോമിലാണെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടാവില്ല, ആഴ്ചയിലൊന്നൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഡോക്ടറിൻ്റെ വിസിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മാറി മാറി വരും. എന്താണ് എങ്ങനെയെന്നുള്ളത്. ചിലപ്പോൾ മെഡിസിൻസ് ചിലത് ഇത് ചെയ്തിട്ടുണ്ടാവും, ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും, ചിലത് പുതിയത് തുടങ്ങിയിട്ടുണ്ടാവും. ചിലവർക്ക് മെഡിസിൻസൊക്കെ മാറ്റിയിട്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഓൾഡ് ഏജ് ഹോമിൽ അങ്ങനെയൊന്നുമില്ല. മരുന്നുകളും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പഠിക്കണമെങ്കിൽ, കാര്യങ്ങളൊക്കെ പഠിക്കണം, പ്രൊസീജിയേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ രീതികളും ഇതെല്ലാം പഠിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യണം കേട്ടോ. അപ്പോഴല്ലേ നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പഠിക്കുകയുള്ളൂ. ഓൾഡ് ഏജ് ഹോമിലാകുമ്പോൾ സ്ഥിരം ഓരോ കാര്യങ്ങളും തന്നെയായിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കണം, കൂടുതൽ മെഡിസിൻസ്, എന്തൊക്കെ പ്രൊസീജിയറാണ് ഇന്ന കാര്യങ്ങൾ വരുമ്പോൾ ചെയ്യണത്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓൾഡ് ഏജ് ഹോമിലാകുമ്പോൾ ഒരു 3-4 മെഡിസിൻ അത് തന്നെയായിരിക്കും എപ്പോഴും എല്ലാവർക്കും പോയിക്കൊണ്ടിരിക്കണതും. പിന്നെന്താ, അവിടെ പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് പ്രൊസീജിയർ കാര്യങ്ങൾ ചെയ്യാനുള്ള പെർമിഷനില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് വിടുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ നമ്മൾ നിൽക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ലാംഗ്വേജ് പരമായിട്ടും പ്രൊസീജിയർ പരമായിട്ടും എല്ലാം കൊണ്ട് നമ്മൾ പഠിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ നിൽക്കുമ്പോൾ ഇതുള്ളൂ, നമ്മൾ പ്രൊസീജിയറും കാര്യങ്ങളും പഠിക്കാനില്ല. എന്നും പേഷ്യൻസിന് ചെയ്യണ കാര്യങ്ങളൊക്കെ സെയിം കാര്യങ്ങളായിരിക്കും. അവർ കെയർ ചെയ്യണതും അവരുടെ മെഡിസിനും കാര്യങ്ങളും എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ ഹോസ്പിറ്റലിൽ ഓരോ ദിവസം എന്ന് പറഞ്ഞ പോലെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ എപ്പോഴും ബ്ലഡ് എടുക്കലും ഓരോ ചെക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. പൊതുവേ ഡോക്ടേഴ്സാണ് ചെയ്യണത്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോഴൊക്കെ നമുക്ക് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഓൾഡ് ഏജ് ഹോമിലും ഹോസ്പിറ്റലിലും നിൽക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എന്നും വേറെ വേറെ കെയറും വേറെ വേറെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും. ഓൾഡ് ഏജ് ഹോമിൽ സ്ഥിരം ഒരേ ഇതുകൾ തന്നെയായിരിക്കും കേട്ടോ. ഇവിടെ പൊതുവേ ഞാൻ കണ്ടേക്കണത് നമ്മുടെ ഹോസ്പിറ്റലിൽ കുറച്ച് സ്ട്രെസ് ലെവൽ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടേക്കണ മിക്കയൊരു 40-50 വയസ്സ് വരെയൊക്കെ എല്ലാ നഴ്സുമാരും ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ട് അതിന് ശേഷം ഓൾഡ് ഏജ് ഹോമിൽ പോയി ജോലി ചെയ്യണതാണ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ ഓൾഡ് ഏജ് ഹോമിലാണെങ്കിൽ സ്ട്രെസ് ലെവൽ കുറവാണല്ലോ, വലിയ എന്താ പറയുക പണിഭാരം അങ്ങനത്തെ വലിയ ഇത് തന്നെയില്ലല്ലോ. ഇവിടെ ഹോസ്പിറ്റലിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമ്മൾക്ക് ഒരേ ദിവസം ഒരേ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓൾഡ് ഏജ് ഹോമിൽ എന്നും സ്ഥിരം ഒരേ ഇത് തന്നെ ആയിരിക്കും. അപ്പം മിക്കവാറും ഞങ്ങളുടെ ഹോസ്പിറ്റലാണെങ്കിലും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒരു 50-55 വയസ്സ് വരെ മാക്സിമം വർക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞും അവർ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് സ്ട്രെസ് ലെവൽ കുറയാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഞാൻ ഓൾഡ് ഏജ് ഹോമിലും ഹോസ്പിറ്റലിലും വർക്ക് ചെയ്തതെന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ.